എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. 121 സങ്കീർത്തനം നമ്മെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന സങ്കീർത്തനമാണ്. വലിയവനായ ദൈവം നമുക്ക് നൽകുന്ന സ്വർഗീയമായ സഹായം, ആ സഹായം എത്രമാത്രം നമുക്ക് അനുഗ്രഹകരമാണ് എന്നുള്ളത് ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യത്തിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരുടെ സഹായം ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമുക്ക് ആവശ്യമാണ്. മറ്റാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന വ്യക്തിക്കും എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ ആരംഭഭാഗത്തിൽ നാം വായിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഉത്തരവും കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. തൊട്ടടുത്ത വാചകം എന്താണ്? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും നാം നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാലുകൾ വഴുതിപ്പോകുന്നു എന്നുള്ളതാണ്. അടി തെറ്റിയാൽ ആനയും വീഴും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് വളരെ ചിന്തനീയമായ ഒരു പഴഞ്ചൊല്ലാണ്. എത്ര ഉന്നതനായിരുന്നാലും എത്ര വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നാലും അടി തെറ്റിയാൽ, അതായത് കാലുകൾ വഴുതിയാൽ താഴെ വീഴും എന്ന് ഈ പഴഞ്ചൊല്ല് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിത പാതകൾ എപ്പോഴും നല്ല നിലയിലായിരിക്കണമെന്നില്ല. എവിടെയെങ്കിലുമൊക്കെ കാലുകൾ വഴുതിപ്പോകുവാൻ സാധ്യതയുള്ള അവസരങ്ങളുണ്ടാകാം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് വയനാട്ടിലെ മീൻമുട്ടി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തെ സംബന്ധിച്ചാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നാം കുറേ താഴ്വാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആ സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് ആ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന പാത വളരെയധികം വഴുവഴുപ്പുള്ളതായിരുന്നു. ഇപ്പോൾ ആ പാതയുടെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സന്ദർശിക്കുന്നതായ ആ സമയത്ത് വളരെ വഴുക്കലുള്ളതായ പാതയായിരുന്നു. അതുകൊണ്ട് അവിടെ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വഴിയുടെ 2 വശങ്ങളിലും വടങ്ങൾ കെട്ടി ഉറപ്പിച്ചിരുന്നു. ആ വടത്തിൽ പിടിച്ചു തൂങ്ങിയാണ് നാം താഴേക്ക് ഇറങ്ങിപ്പോകുന്നതും മുകളിലേക്ക് കയറി വരുന്നതും. കാരണം കാലുകൾ എപ്പോഴും വഴുതി പോകും, തെന്നിപ്പോകും, നാം മറിഞ്ഞു വീഴുന്നതിനിടയാകും. അതുകൊണ്ട് ബലമായ വടങ്ങൾ 2 വശങ്ങളിലും കെട്ടി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വടത്തിൽ പിടിച്ചു തൂങ്ങിയാണ് നാം താഴേക്ക് ഇറങ്ങിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഇതുപോലെയുള്ള പാതകളിലൂടെ നാം സഞ്ചരിക്കേണ്ടതായി വരാം. നമുക്ക് നേരെ നിൽക്കുവാൻ സാധ്യമല്ലാത്ത ചില ഇടങ്ങൾ, കാലുകൾ വഴുതിപ്പോകുവാൻ സാധ്യതയുള്ള ചില സ്ഥാനങ്ങൾ, അവിടെ നമുക്ക് സഹായം ലഭിച്ചില്ല എങ്കിൽ നാം താഴെ വീണുപോകും. നമുക്കറിയാം, വഴുവഴുപ്പുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. വളരെ സൂക്ഷിച്ച് സാവധാനത്തിൽ നാം ഡ്രൈവ് ചെയ്തില്ല എങ്കിൽ വാഹനം തിരിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. നാം ഉദ്ദേശിക്കാത്ത നിലയിലേക്ക് ഒരുപക്ഷെ വാഹനം കരണം മറിഞ്ഞോ അല്ലെങ്കിൽ തിരിഞ്ഞു കറങ്ങിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതാണ് വഴുവഴുപ്പുള്ള പാതയുടെ ഒരു വല്ലാത്ത പ്രത്യേകത. അങ്ങനെയുള്ളതായ പാതയുടെ വശങ്ങളിൽ പ്രത്യേകം സിഗ്നലുകൾ സ്ഥാപിച്ചിരിക്കും. അവിടെ വാഹനങ്ങൾ വഴുതുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചു പോവുക എന്ന് നമ്മെ അറിയിക്കുന്ന സൈൻ ബോർഡുകൾ അവിടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കാലുകൾ വഴുതിപ്പോകാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത്?
118 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ജീവിതയാത്രയിലെ വിഷമകരമായ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം, ഏറ്റവും നല്ലത് ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. എന്നാൽ നാം സാധാരണയായി മനുഷ്യരുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കാറുള്ളത്. രോഗമെല്ലാം മൂർച്ഛിച്ചു, ഒരു വ്യക്തിയെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ഡോക്ടേഴ്സ് ചികിത്സിക്കുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ച് അത്യാസന്ന നിലയിലാകുമ്പോൾ ഡോക്ടർമാർ വന്ന് പറയും, ഇനി രക്ഷയില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവസാന സമയം നാം ദൈവമുഖത്തേക്ക് നോക്കുന്നു. എന്നാൽ ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്നാണ് ദാവീദ് രാജാവ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ സമയത്തും കർത്താവിൻ്റെ അരികിൽ ചെല്ലുവാനും കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമുക്ക് നൽകുന്നു. അങ്ങനെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ സഹായിക്കുന്നു. 18 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 36 വാക്യം, ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. നമ്മുടെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ മാറ്റി നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നവൻ വലിയവനായ ദൈവമാണ്. പലപ്പോഴും നാം ഇടുക്കവും ഞെരുക്കവും ഒക്കെ അനുഭവിച്ചെന്നിരിക്കാം. എന്നാൽ ആ സമയത്ത് അവിടുന്ന് നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, എത്രയോ തവണ നാം ഈ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇല്ലായ്മയിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, വളരെ പ്രയാസത്തിലൂടെ ഒക്കെ നാം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം നമ്മെ താങ്ങി. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നാം തകർന്നു പോകാമായിരുന്നു. അനേകരുടെ മുൻപാകെ നാം ലജ്ജിതരായി തീരാമായിരുന്നു. എന്നാൽ ആ സമയങ്ങളിലെല്ലാം നമ്മെ താങ്ങി നടത്തിയത് ആരാണ്? വലിയവനായ ദൈവം. നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവന്നത്, നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ നമ്മെ കാത്തു പരിപാലിച്ചത് വലിയവനായ ദൈവമാണ്. 121 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന വാക്യത്തിന് ഒരർത്ഥം കൂടെ ഉണ്ട്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നാണ്. സമ്മതിക്കയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിനുള്ള വലിയ ഒരു ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്ന വാക്യമാണ്. അതായത് ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ ഒരു തലമുടി നാരിഴ പോലും പൊഴിഞ്ഞു പോകുന്നത് ദൈവത്തിൻ്റെ അറിവോടുകൂടെയും അനുവാദത്തോടുകൂടെയും മാത്രമാണ് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സന്തോഷകരമാകണമെന്നില്ല. ചിലത് പ്രയാസകരമാകാം, ചിലത് ദുഃഖകരമാകാം, ചിലപ്പോൾ കാലുകൾ ഇടറിപ്പോകാം. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ റോമാലേഖനം 8 അധ്യായം 28 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിവുള്ളവനായ ദൈവം ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മുഖത്ത്, പ്രശ്നങ്ങളുടെ മുഖത്ത് കാലുകൾ വഴുതിപ്പോയിട്ട് നാം തകർന്നു പോകുവാനല്ല ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ കാലുകളെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയ പാട്ട് നൽകി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നു. എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ സഹായിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. നമ്മുടെ കാലടികൾ വഴുതിപ്പോകാതെ നമ്മെ സഹായിക്കുന്ന ആ കർത്താവിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് അടുത്ത് ചെല്ലാം. ഇന്നത്തെ ദിവസം മുഴുവനും ഈ ധൈര്യത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാവുന്ന സാഹചര്യത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം അവിടുത്തെ ദയ ഞങ്ങളെ താങ്ങിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകുവാൻ അനുവദിക്കാതെ
ഞങ്ങളുടെ മേൽ കർത്തൃത്വമുള്ള ദൈവത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ നേരെ നിർത്തുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സമയത്തും ഞങ്ങൾക്ക് ആശ്വാസമായി സ്വർഗീയമായ സഹായത്താൽ ഞങ്ങളെ നേരെ നിർത്തുന്ന അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവെ, ഈ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാതെ ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരെ അവിടുന്ന് താങ്ങി ഇന്നത്തെ ദിവസം അവരെ നേരെ നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. മുമ്പിൽ ചെങ്കടലാർ തീരച്ചാലെതിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.